ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ദുബായിലെത്തി. ദുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ദുബായിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന താപനില എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം നോക്കിയാലും ചൂടാണ്, ഭയങ്കര ചൂടാണ്. നമ്മുടെ ഇവിടെ കേരളത്തിലെ താപനില ഇപ്പം നമുക്കിപ്പോൾ കണ്ണൂരെ താപനിലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉയർന്നത് 26 അല്ല 28, താഴ്ന്നത് 24 ഒക്കെയാണ്. അപ്പോൾ ഒരു എന്നിട്ട് തന്നെ നമുക്കിവിടെ ഫാനിടാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചൂടാണ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതിവിടെ ഇത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. എനിക്ക് ഈ ചൂടൊന്നും അത്ര പരിചയമില്ലാത്തതാണ്. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ ഗൾഫ് മതിയാക്കിയിട്ട് നാട്ടിൽ തന്നെ സ്ഥിരമാക്കേണ്ട പരിപാടിയുണ്ട്. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, പണ്ട് ഞാൻ എൻ്റെ PG ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു നമ്മളെ നാട്ടിൽ തന്നെ പോയിക്കോളാം. ശരിയാകുന്നില്ല, എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട ചൂട്. അതുകൊണ്ട് ഞാൻ വന്നാൽ എനിക്ക് ഈ ചൂടത്തൊന്നും നിൽക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് തൊഴിലെടുത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വരുമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ പുതിയൊരു കാര്യം പറയാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലീഡർമാർക്കൊക്കെ വളരെ സ്നേഹം കൂടിയിട്ടുണ്ട്. അവർ പറ്റിച്ച ആൾക്കാരോട് ഭയങ്കരമായിട്ട് സ്നേഹം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ വണ്ടിയും പിടിച്ചിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടി ഇങ്ങനെ പ്രശ്നക്കാരായി, ഇങ്ങനെ ഈ ചോദ്യം ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇത് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരെ കുശല വർത്താനം പറയല്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലും അത് ഉണ്ടാവും. അതൊരു ബന്ധം. നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒന്നിച്ച് അന്ന് എറണാകുളം പോയില്ലേ, എന്നിട്ട് നമ്മൾ ഒന്നിച്ച് ചായ കുടിച്ചില്ലേ, അന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾ കുശലം പറഞ്ഞിട്ട് ഒരു ബന്ധം, നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. എന്നിട്ട് നിങ്ങളെപ്പോലെയുള്ളവരെ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടവുകളാണ് ഈ ലീഡർമാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ ആരോട് കേസ് കൊടുക്കാൻ പറയില്ല എന്ന്. ആവശ്യമില്ല അല്ലേ. ഞാൻ ഈ ഫിജി ഗാർഡൻ്റെ വീഡിയോ നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ A to Z അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയപ്പോൾ അതിനെക്കുറിച്ച് തട്ടിപ്പിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഫിജി ഗാർഡിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ജാല ഹിസ്റ്റയിലാണെങ്കിലും ഇപ്പോഴും ആൾക്കാർ ജാല ഹിസ്റ്ററിനെ കുറിച്ച് കാത്തുകുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി ഒരുപാട് മന്ദബുദ്ധികൾ ഇപ്പോഴും ചിലപ്പോൾ അതിനെ കാത്തുകുത്തിരിക്കുന്നുണ്ടാവും. പിന്നെ അവരൊന്നും നന്നാക്കാൻ കഴിയില്ല. ജന്മന ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്. പിന്നെ ദൈവം തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റൂല, പിന്നെയാണ് നമ്മൾ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളെ ചേർത്ത ലീഡറെ, ഈ കഴിഞ്ഞ 5-8 മാസമായിട്ട് നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ബന്ധവും കീപ്പ് ചെയ്യാത്ത, ഫോൺ വിളിച്ചാൽ എടുക്കാത്ത ആൾക്കാരൊക്കെ നിങ്ങളോട് വന്നിട്ട് നല്ല ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ കുശലം പറയുന്നുണ്ടാവും. അതൊക്കെ ഓർക്കുക. അവരുടെ മൂട്ടിൽ തീ പിടിച്ചത് കൊണ്ടാണ്. അവർക്ക് മനസ്സിലായി ഇത് ഇപ്പോൾ അവരെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയാനൊന്നുമില്ല. കേസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ബഡ്സിൻ്റെ എടുക്കുന്നതാണെങ്കിലും EDയുടെ പക്കൽ നിന്നാണെങ്കിലും പൈസ കിട്ടുള്ളൂ. കേസ് കൊടുത്തില്ലെങ്കിൽ ആ പൈസ പോയി എന്ന് മാത്രം കരുതുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും നിങ്ങൾ കേസൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രം ചിന്തിക്കുക. പക്ഷേ ലേറ്റായി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എന്ന് പറയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, മറന്നുപോയി.